നമസ്കാരം. പാകിസ്ഥാനിൽ ഭീകരയുദ്ധം. ആ രാജ്യം രണ്ടായി പിളർന്നു. പാകിസ്ഥാൻ ബലൂചിസ്ഥാനിൽ പാക് ആക്രമണം രൂക്ഷമാകുന്നു. ബോംബ് വർഷിച്ച് ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും തലങ്ങും വിലങ്ങും ഓടുന്നു. ഏകദേശം 58ഓളം മരണം അവിടെ സംഭവിച്ചിരിക്കുന്നു. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് പിന്തുണ നൽകുന്നത് ഇന്ത്യ എന്ന് പാകിസ്ഥാൻ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. ജനങ്ങളെ കേൾക്കാൻ തയ്യാറാകൂ എന്ന് തിരിച്ചടിച്ചുകൊണ്ട് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഏകദേശം 3 ദിവസമായി കനത്ത ഏറ്റുമുട്ടൽ നടക്കുന്ന ബലൂചിസ്ഥാനിൽ വിമതരെ നേരിടുവാൻ വേണ്ടിയിട്ട് ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും ഉപയോഗിച്ച് പാകിസ്ഥാൻ സൈന്യം മുന്നേറും. ആക്രമണങ്ങളിൽ ഇതുവരെ 58 പേർ കൊല്ലപ്പെട്ടതായിട്ട് ഔദ്യോഗിക വൃത്തങ്ങൾ അടക്കം അറിയിക്കുന്നു. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി കഴിഞ്ഞ ശനിയാഴ്ച ആരംഭിച്ച ഓപ്പറേഷൻ ഫറോഫിൽ പാക് സൈന്യത്തിനും പോലീസിനും കനത്ത നാശനഷ്ടം ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സർക്കാർ ഓഫീസുകളും പോലീസ് സ്റ്റേഷനും വരെ BLA പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിന് തിരിച്ചടിയായിട്ടാണ് സൈന്യം കനത്ത പ്രത്യാക്രമണം ഇപ്പോൾ നടത്തിയത്. ഒട്ടേറെ സ്ഥലങ്ങളിൽ സൈന്യവുമായി ഉണ്ടായ ഏറ്റുമുട്ടൽ 197 വിമതർ കൊല്ലപ്പെട്ടു എന്നാണ് സൈനിക വൃത്തങ്ങൾ നൽകുന്ന വിവരം. നുഷ്കി ഉൾപ്പെടെയുള്ള ബലൂച്ച് പ്രദേശങ്ങളിലേക്ക് കൂടുതൽ സൈന്യത്തെ അയച്ചിട്ടുണ്ട് എന്ന് പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ തന്നെ അറിയിക്കുന്നുണ്ട്. ഹെലികോപ്റ്ററുകളും ഡ്രോണുകളുടെ ഉപയോഗിച്ചുള്ള ആക്രമണം അത് സ്ഥിരീകരിക്കാൻ പാക് ആഭ്യന്തര മന്ത്രാലയമോ പ്രതിരോധ മന്ത്രാലയമോ തയ്യാറായിട്ടില്ല. അതായത് കൂടുതൽ സ്വയംഭരണാവകാശം, ബലൂചിസ്ഥാനിലെ അമൂല്യ ധാതുക്കളിൽ നിന്നുള്ള വരുമാനത്തിന്റെ പങ്കുമൊക്കെ ആവശ്യപ്പെട്ടാണ് ബലൂച്ച് ജനത കാലങ്ങളായിട്ട് പോരാടുന്നത്. അതിന് സായുധ നേതൃത്വം നൽകുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ പാകിസ്ഥാനും അമേരിക്കയും ചൈനയും അടക്കം ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുവരെ ഒറ്റതിരിഞ്ഞുള്ള ആക്രമണങ്ങൾ നടത്തിവന്ന BLA ശനിയാഴ്ച ആസൂത്രിതവും അതിവിപുലവുമായിട്ടുള്ള ആക്രമണമാണ് സൈനിക പോസ്റ്റുകൾക്കും പോലീസ് പോസ്റ്റുകൾക്കും നേരെ ഒരേ സമയം നടത്തിയത് എന്നുള്ളതാണ്. വനിതാ ചാവേറുകൾ അടക്കം ആക്രമണത്തിന്റെ ഭാഗമായിട്ട് നുഷ്കി, പസ്നി എന്നിവിടങ്ങളിലാണ് ചാവേർ ആക്രമണം നടന്നത്. 280 പാക് പട്ടാളക്കാർ കൊല്ലപ്പെട്ടു എന്ന് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഓപ്പറേഷൻ ഫറോഫ് 2ാം ഘട്ടം ഉടനുണ്ടാകുമെന്ന് BLA നേതൃത്വം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതോടുകൂടിയാണ് പാകിസ്ഥാൻ സൈന്യം അതീവ ജാഗ്രതയിലും മുന്നൊരുക്കത്തിലുമായത്. പാകിസ്ഥാന്റെ ആകെ വിസ്തൃതിയുടെ 40% വരുന്ന പ്രദേശമാണ് ബലൂചിസ്ഥാൻ എന്ന് പറയപ്പെടുന്നത്. ഏറ്റവും വലിയ ഈ പ്രവിശ്യയാണ് പാകിസ്ഥാനിലെ ഏറ്റവും ദരിദ്രമായിട്ടുള്ള പ്രദേശവും. മറ്റ് പ്രവിശ്യകളെ അപേക്ഷിച്ചിട്ട് ജനസംഖ്യ കുറവാണ് എങ്കിലും ബലൂചിസ്ഥാന്റെ വലിപ്പമാണ് പാക് സൈന്യത്തിന് തലവേദനയാകുന്നത്. ഇറാനുമായിട്ടും അഫ്ഗാനുമായും അതിർത്തി പങ്കിടുന്ന ബലൂചിസ്ഥാനിൽ ചൈനയ്ക്ക് വലിയ നിക്ഷേപമുണ്ട്. ചൈന നിർമ്മിക്കുന്ന ഗ്വാദർ തുറമുഖം ഇവിടെയാണ്. കൂടുതൽ സ്വയംഭരണാധികാരത്തിനും തങ്ങളുടെ പ്രകൃതി വിഭവങ്ങളിൽ വലിയ പങ്കിനും വേണ്ടിയിട്ട് പോരാടുന്ന വംശീയ ബലൂച്ച് വിഘടനവാദികളുടെ നേതൃത്വത്തിലുള്ള ദശാബ്ദങ്ങൾ നീണ്ട സായുധ പോരാട്ടത്തെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രവിശ്യയിലെ ജനങ്ങളോട് തങ്ങളുടെ പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കുവാൻ ആവശ്യപ്പെട്ട BLA തങ്ങളുടെ ഓപ്പറേഷൻ ഫറോഫ് അഥവാ ബ്ലാക്ക് സ്റ്റോം എന്ന് പറയപ്പെടുന്ന അവരുടെ തന്ത്രം അല്ലെങ്കിൽ അവരുടെ ഓപ്പറേഷൻ എന്ന് പറയപ്പെടുന്നത്, ആ ഓപ്പറേഷൻ സൈനികരെ വധിച്ചു, അനേകം പേരെ വധിച്ചിരിക്കുന്നുള്ള അവകാശപ്പെടൽ കൂടി ഇപ്പോൾ BLO നടത്തുന്നുണ്ട്. ശനിയാഴ്ച പുലർച്ചെ 4 മണിക്ക് നുഷ്കിയിലും മത്സ്യബന്ധന തുറമുഖമായിട്ടുള്ള പസ്നിയിലും വളരെ കൃത്യമായിട്ട് നടന്ന ആത്മഹത്യാ സ്ഫോടനങ്ങൾ, ആ ആത്മഹത്യാ സ്ഫോടനങ്ങളോടുകൂടിയാണ് വാരാന്ത്യ ആക്രമണങ്ങൾ ആരംഭിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. കൊറ്റ ഉൾപ്പെടെ 11 സ്ഥലങ്ങൾ തോക്കുകളും ഗ്രനേഡുകളും ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ നടന്നു. ഉപരോധത്തിനിടെ കലാപകാരികൾ കുറഞ്ഞത് 6 ജില്ലാ അഡ്മിനിസ്ട്രേഷൻ ഓഫീസുകൾ പിടിച്ചെടുത്തു. പ്രവിശ്യ സർക്കാർ ഉദ്യോഗസ്ഥരെ ബന്ദികളാക്കി. കൊറ്റയിലെ പ്രവിശ്യ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് 1 കിലോമീറ്റർ പരിധിയിൽ വരെ അവർ എത്തിയിരുന്നതായിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിഘടനവാദികൾക്ക് സഹായം നൽകുന്നത് ഇന്ത്യയാണ് എന്നാണ് പാകിസ്ഥാന്റെ ആരോപണം. എന്നാൽ ഇത് സാധൂകരിക്കുന്ന തെളിവുകളും തന്നെ പുറത്തുവിട്ടിട്ടില്ല. ഇസ്ലാമാബാദ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് പകരം ആ പ്രദേശത്തെ ജനങ്ങളുടെ ദീർഘകാലമായിട്ടുള്ള ആവശ്യങ്ങൾ പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടത് എന്ന് ഇന്ത്യ വളരെ കൃത്യമായിട്ടുള്ള മറുപടി നൽകി. അല്ലാതെ ഇന്ത്യയോട് ചൊറിയുകയല്ല വേണ്ടത് എന്ന്. കഴിഞ്ഞ ദശകത്തിൽ സായുധ കലാപം പുതിയ രൂപങ്ങൾ കൈവരിച്ചിട്ടുണ്ട് എന്ന് 2015 മുതൽ 2017 വരെ ബലൂചിസ്ഥാനിൽ സൈന്യത്തെ നയിച്ച റിട്ടയർഡ് ലഫ്റ്റനന്റ് ജനറൽ അമീർ റിയാസ് പറയുകയും ചെയ്തു. ആക്രമണം വർദ്ധിച്ചിട്ടുണ്ട്. ഇതിനുള്ള പ്രതികരണം എന്ന് പറയപ്പെടുന്നത് നിർണായകമായിരിക്കും. അത് BLAയുടെ ശേഷി ഗണ്യമായി കുറയ്ക്കുന്നതിന് കാരണമാകും. രാഷ്ട്രീയ പ്രക്രിയയിലൂടെയും ഭരണ നിർവഹണത്തിലൂടെയും മാത്രമേ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. സായുധ കലാപം ഒരു രാജ്യത്തെ തകർത്തെറിയും എന്നതിന്റെ മകുടോദാഹരണമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാനിൽ നടക്കുന്ന ഭീകരയുദ്ധം ആ രാജ്യത്തിന്റെ അന്ത്യത്തിലേക്ക് എത്തുകയാണ് എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ രണ്ടായി പിളരുന്ന പാകിസ്ഥാനെ നമുക്ക് അവിടെ കാണേണ്ടി വരുന്നു. ബലൂചിസ്ഥാന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ലോകത്തിന് ആ ദുരന്തത്തെക്കുറിച്ചുടൻ കേൾക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അവിടെയാണ് പാകിസ്ഥാന്റെ ഇത്തരത്തിലുള്ള പ്രകോപനപരമായിട്ടുള്ള സമീപനങ്ങൾ ലക്ഷക്കണക്കിന് വരുന്ന ജനതയെ അനാഥമാക്കാൻ പോകുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നത്. യുദ്ധമൊന്നിനും പരിഹാരമല്ല എങ്കിൽ കൂടിയും പാകിസ്ഥാനിൽ ബലൂചിസ്ഥാൻ എന്ന് പറയപ്പെടുന്ന സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് യാത്രയാവുകയാണെന്നുണ്ട്
അത്തരത്തിലുള്ള യുദ്ധങ്ങളാണ് അവിടെ ഇപ്പോൾ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ മിനിറ്റുകളിൽ തന്നെ മരണം എത്രയാണ്? ഇപ്പോൾ തന്നെ 58 മരണങ്ങൾ കഴിഞ്ഞ ദിവസം നടന്നു കഴിഞ്ഞു. ഇപ്പോൾ അതുപോലെ തന്നെ ഈ പറയുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അടക്കമുള്ളവർ തിരിച്ചടി തുടങ്ങുന്നതോടുകൂടി പാകിസ്ഥാനിലെ ഈ ഭീകര യുദ്ധം എന്ന് പറയപ്പെടുന്നത് വല്ലാതെ വളർന്നു വരികയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പാകിസ്ഥാനിൽ ജനങ്ങൾ ആ രാജ്യത്തോട് തന്നെ കൂറില്ലാത്തവരായി മാറിയിരിക്കുന്നു. പാകിസ്ഥാനെ പലതായി വെട്ടിമുറിക്കപ്പെടാൻ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നു. ഇത് കാലം കാത്തുവെച്ച ഒരു കാവ്യനീതിയാണ്. ഒരിക്കൽ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുമ്പോൾ, സ്വാതന്ത്ര്യം നേടുമ്പോൾ, അന്ന് മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, വർഗീയതയുടെ പേരിൽ രണ്ടായി പിളർന്നു കിടക്കുന്ന പാകിസ്ഥാനും ഇന്ത്യ എന്ന് പറയപ്പെടുന്ന ഒരു വലിയ ഇന്ത്യ മഹാരാജ്യത്തെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. അന്ന് പുലർത്തിക്കൊണ്ടുപോയ പാകിസ്ഥാൻ ഇന്ന് പുലർപ്പലുകളുടെ കാലഘട്ടത്തിലാണ്, പലതായി വെട്ടിമുറിക്കപ്പെടാൻ പോകുന്ന കാലഘട്ടത്തിലാണ്. അവിടുത്തെ ജനത, പാകിസ്ഥാനിലെ ജനത തന്നെ പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ തിരിയുന്ന കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെയാണ് വളരെ കൃത്യമായി ബലൂചിസ്ഥാനിൽ പാകിസ്ഥാനെ ആക്രമിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ബലൂചിസ്ഥാനിൽ നിന്നുള്ള ആക്രമണം എന്ന് പറയപ്പെടുന്നത് വളരെ കൃത്യമായിട്ടുള്ള ബോംബ് വർഷമാണ് നടക്കുന്നത്. ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും അടക്കമുള്ളവ ആ യുദ്ധത്തിൽ പങ്കാളികളാകുന്നു. മരണമെന്ന് പറയപ്പെടുന്നത് പൊട്ടിച്ചിതറുന്ന മനുഷ്യ ശരീരങ്ങൾ കാണേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ തരം താണു പോകുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു.